നല്ല ആരോഗ്യവാന്മാരായ ചെറുപ്പക്കാർ കൊളസ്ട്രോളും ECG നോർമലായിട്ട് പോലും എന്തുകൊണ്ടാണ് അറ്റാക്ക് വന്ന് മരിക്കുന്നത്? ഈ ഒരു ഹാർട്ട് അറ്റാക്ക് റിസ്ക് മുൻകൂട്ടി അറിയാൻ 99% കൃത്യതയുള്ള 2 ചെലവ് കുറഞ്ഞ ടെസ്റ്റുകളുണ്ട്. ഇതിനെക്കുറിച്ച് പലർക്കും അറിവില്ല. 2 ആഴ്ച മുമ്പ് എന്നെ കാണിക്കാൻ വന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തിന്റെ മറ്റൊരു സുഹൃത്തിന്റെ കഥ പറഞ്ഞു. വെറും 40 വയസ്സ് പ്രായമുള്ള ആ വ്യക്തി എല്ലാ 6 മാസം കൂടുമ്പോഴും ഹാർട്ട് ചെക്കപ്പ് ചെയ്യും. കൊളസ്ട്രോൾ എടുക്കും, ഷുഗർ നോക്കും, ഹാർട്ടിന്റെ ECG നോക്കും, എക്കോ ടെസ്റ്റ് എടുക്കും, ത്രെഡ്മിൽ ടെസ്റ്റ് ചെയ്യും. ഒരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ഈ വ്യക്തി 6 മാസത്തിനുള്ളിൽ തന്നെ ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുകയാണ്. ഇത്രയും ടെസ്റ്റുകൾ ചെയ്തിട്ട് പോലും എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാൻ സാധിക്കാഞ്ഞത്? സത്യല്ലേ? വളരെ കൃത്യമായ ചോദ്യമാണ്. ഇതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു വീട് നല്ലതാണോ നോക്കുകയാണെങ്കിൽ പലപ്പോഴും വീടിനകത്ത് കയറി അതിലെ ബൾബ് വർക്ക് ചെയ്യുന്നുണ്ടോ, ടാപ്പ് തുറന്ന് വെള്ളം വരുന്നുണ്ടോ, ഇതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അടിപൊളിയാണെന്ന് നമ്മൾ പറയാം. പക്ഷേ വീടിന്റെ അടിത്തറ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് ഏത് സമയവും വീട് മൊത്തം പൊളിയാവുന്ന ഒരു അവസ്ഥയിലാണെങ്കിലോ നമ്മൾ സാധാരണഗതിയിൽ ഹാർട്ട് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകൾ ECG, എക്കോ, ഇതെല്ലാം വീടിലെ ലൈറ്റും ബൾബും ചെക്ക് ചെയ്യുന്ന പോലെയാണ്. എന്നാൽ ഞാൻ ഈ പറയാൻ പോകുന്ന ടെസ്റ്റുകൾ വീടിന്റെ അടിത്തറയുടെ ആരോഗ്യം കണ്ടുപിടിക്കാൻ ഉതകുന്ന ടെസ്റ്റുകളാണ്. ഒന്നാമത്തത് രക്തത്തിലൂടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഹൈ സെൻസിറ്റിവിറ്റി CRP ടെസ്റ്റ്. രക്തധമനികളുടെ നീർക്കെട്ടാണ് പലപ്പോഴും ബ്ലോക്കിനുള്ള അടിത്തറ. കൊളസ്ട്രോൾ ഉള്ള വ്യക്തികൾക്ക് പോലും നീർക്കെട്ടുണ്ടെങ്കിൽ ആ നീർക്കെട്ടുള്ള രക്തധമനികളിൽ കൊളസ്ട്രോൾ പെട്ടെന്ന് അടിഞ്ഞുകൂടുകയും അത് പ്ലാക്ക് ആയിട്ട് രൂപാന്തരപ്പെടുകയും പതുക്കെ അറ്റാക്കിലേക്ക് പോവുകയാണ് ചെയ്യുക. ഹൃദയ രക്തധമനിയിലെ ഈ ഒരു നീർക്കെട്ട് മുൻകൂട്ടി കണ്ടറിയാനുള്ള വളരെ എളുപ്പത്തിലുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ഹൈ സെൻസിറ്റിവിറ്റി CRP. HSCRP ഒരു വ്യക്തിക്ക് 1-ൽ താഴെയാണെങ്കിൽ ഹാർട്ടിൽ പ്ലാക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്നാൽ നിങ്ങളിൽ ഒരാൾക്ക് HSCRP 3-ൽ മുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി പതുക്കെ ഹാർട്ടിലെ ബ്ലോക്കിലേക്ക് നടക്കുകയാണ്. രണ്ടാമത്തെ ടെസ്റ്റാണ് CT കൊറോണറി കാൽഷ്യം സ്കോറിംഗ്. ഇത് ഹൃദയ രക്തധമനികളുടെ കാൽഷ്യത്തിന്റെ അളവെടുക്കുന്ന ഒരു സിമ്പിൾ CT സ്കാനാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ടെസ്റ്റ്. ഹൃദയ രക്തധമനികളിൽ കാൽഷ്യം സ്കോർ കൂടുതലാണെങ്കിൽ അതിനർത്ഥം അവിടെ ബ്ലോക്കിന് കാരണമായേക്കാവുന്ന പ്ലാക്കുകൾ അടിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സ്കോറിംഗ് 0 ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത 5 വർഷത്തേക്ക് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. എന്നാൽ ഈ സ്കോർ 300-ന് മുകളിലേക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഹാർട്ടിന്റെ ബ്ലോക്ക് നോക്കുന്ന ടെസ്റ്റുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ സ്കോർ 100-ന് മുകളിൽ കാണുമ്പോൾ തന്നെ നമ്മളിൽ ഒരു വ്യക്തി ജീവിത ചിട്ടകൾ മാറ്റേണ്ടി വന്നേക്കാം. അതുപോലെ തന്നെ ചില മരുന്നുകൾ കഴിക്കേണ്ടതായിട്ട് വന്നേക്കാം. നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമുക്കായിട്ടുള്ളൊരു പേഴ്സണലൈസ്ഡ് ഹെൽത്ത് ചെക്കപ്പാണ്. എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്ന പോലെ മൊത്തത്തിൽ പോയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നതിൽ ചിലപ്പോൾ കാര്യം ഉണ്ടാവണമെന്നില്ല. ഹാർട്ടിനായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുഞ്ഞു ടെസ്റ്റുകൾ നമ്മൾ ചെയ്തേ മതിയാവും. ഇപ്പോൾ പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന ഹാർട്ടിന്റെ ടെസ്റ്റുകളെല്ലാം ഭൂതകാലത്തെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. എന്നാൽ ഞാൻ ഈ പറഞ്ഞ ടെസ്റ്റുകൾ നമ്മുടെ ഭാവിയെക്കുറിച്ച് പ്രവചിക്കുന്ന ടെസ്റ്റുകളാണ്.